ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചിന്നൂസ് ഡയറി. അപ്പം നമുക്കൊരു ക്ലിയർ പൗച്ച് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. പൗച്ചിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ നിങ്ങൾ നോക്കുക. ഞാൻ അത്രയ്ക്ക് മെഷർമെൻ്റ് ഒന്നും ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് ക്ലിയർ ഉള്ളതിൻ്റെ ബാക്ക് ടാപ്പാണ് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് ബാക്കി വന്ന പോർഷൻസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ നൈഫ് യൂസ് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് പൗച്ച് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാണാനൊരു സുഖമല്ല അല്ലേ. അപ്പോൾ നമുക്കിതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. അതിനായിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സും നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പോർഷന് ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് തന്നെ ഒരു ഡബിൾ ടാപ്പ് ഉണ്ടാക്കാൻ പറ്റും. എന്താ ഒരു ഇൻസുലേഷൻ ടാപ്പിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്ന് ഒട്ടിച്ചെടുക്കുക. ഡബിൾ ടാപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതാ നമ്മൾ ഇതുപോലെ അടിച്ച് നമുക്ക് സെറ്റായിട്ട് നമ്മളുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്കാണ് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എൻ്റെ സ്കെച്ചസാണ് ഇതിലിടുന്നത്. അപ്പം ഞാനിതാ ഇതൊക്കെ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ കളേഴ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പൗച്ച്. ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.